ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം ഒന്ന് ഹൈപ്പ് ചെയ്തും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 അഥവാ ആഗോള സന്തോഷ സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലൻഡ് ആണ്. തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലാൻഡ് ഈ നേട്ടം കൈവരിക്കുന്നത്. പഠിച്ചു വെക്കണേ, എത്രാമത്തെ വട്ടമാണ്? തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലൻഡ് ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116ാം സ്ഥാനമാണ്. ഇന്ത്യ എത്രാം സ്ഥാനമാണ്? 116ാം സ്ഥാനമാണ്. 2025 ഇന്ത്യ 118ാം സ്ഥാനത്തായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 അഥവാ ആഗോള സന്തോഷ സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 116ാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ്. തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലൻഡ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ 2026 സ്ഥാനം 116ഉം 2025 ഇന്ത്യയുടെ സ്ഥാനം 118ഉം ആണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025-26 അതായത് UN മാനവ വികസന സൂചിക 2025-26 കാലഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലൻഡ് ആണ് കേട്ടോ. ഐസ്ലൻഡ്. ഇന്ത്യയുടെ റാങ്ക് 130ാം റാങ്ക് ആണ്. പഠിച്ചു വെക്കണം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ UN മാനവ വികസന സൂചിക 2025-26 പ്രകാരം ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലൻഡും ഇന്ത്യയുടെ റാങ്ക് 130ാം സ്ഥാനമാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, അടുത്തത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക അഥവാ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 151ാം സ്ഥാനത്താണ്. ആകെ 180 രാജ്യങ്ങളിൽ എടുത്ത കണക്കുകൾ പ്രകാരം 151ാം സ്ഥാനമാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. ഇനി നമ്മുടെ ഈ ഒരു വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2026 ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആണ് കേട്ടോ. ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? നോർവേ ആണ്. തുടർച്ചയായ 10ാം വർഷമാണ് നോർവേ ഈ പട്ടികയിൽ ഒന്നാമതെത്തുന്നത്. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇൻഡെക്സുകൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കാറുള്ളതാണ്. പഠിച്ചു വെക്കണം. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2026 അഥവാ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം 151ാം സ്ഥാനം. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ്. തുടർച്ചയായ 10ാം വർഷമാണ് നോർവേ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് സൂചിക അഥവാ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 75ാം സ്ഥാനമാണ് കേട്ടോ. 2026 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 75ാം സ്ഥാനമാണ്. 2025 ഇന്ത്യക്ക് 85ാം സ്ഥാനമായിരുന്നു കേട്ടോ. 2025 85ാം സ്ഥാനത്തായിരുന്നു എങ്കിൽ 2026 ആയപ്പോഴത്തേനും നമ്മൾ നില മെച്ചപ്പെടുത്തി 75ാം സ്ഥാനത്തോട്ട് 75ാം റാങ്കിലോട്ട് ഉയർന്നു. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് നിലവിൽ 56 രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസയില്ലാതെ യാത്ര ചെയ്യാം. അതായത് നമുക്കറിയാം വിസ ഫ്രീ ആയിട്ടും വിസ ഓൺ അറൈവൽ ആയിട്ടും യാത്ര ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിലവിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് നിലവിൽ 56, നോട്ട് ചെയ്തോണേ എത്ര രാജ്യങ്ങളിലൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. നിലവിൽ 56 രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ് കേട്ടോ. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. ഒന്നുകൂടെ പറയാം, ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം 75, 2025 85 ആയിരുന്നു. 2026 ആയപ്പോഴത്തേനും 75 ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് നിലവിൽ 56 രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസയില്ലാതെ അഥവാ വിസ ഫ്രീ ആയിട്ടും വിസ ഓൺ അറൈവൽ ആയിട്ടും യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ് ആണ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ US സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അബ്സല്യൂട്ട്
റിസോൾവ് എന്നാണ് കേട്ടോ, പഠിച്ചു വെക്കണേ. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ US സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ നടത്തിയ US സൈനിക നീക്കത്തിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അഥവാ AI മോഡൽ ഏതാണ്? ക്ലോഡ് എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. ക്ലോഡ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം, 1 മാർക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകൂടെ പറയാം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ US സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അതോടൊപ്പം തന്നെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ നടത്തിയ US സൈനിക നീക്കത്തിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അഥവാ AI മോഡൽ ഏതാണ്? ക്ലോഡ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്ലോഡ് ആണ് ആ മോഡൽ കേട്ടോ. AI മോഡൽ ക്ലോഡ് ആണ്, പഠിച്ചു വെക്കണേ. അടുത്ത പോയിന്റ്, US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാരാണ്? അയത്തുള്ള അലി ഖമേനിയാണ് കേട്ടോ. അയത്തുള്ള അലി ഖമേനിയാണ്. നമുക്കറിയാം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതേപറ്റി ഒരു ചോദ്യം പ്രതീക്ഷിക്കാൻ പരീക്ഷിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ പഠിച്ചു വെക്കണം. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാരാണ്? അയത്തുള്ള അലി ഖമേനിയാണ് കേട്ടോ. അയത്തുള്ള അലി ഖമേനിയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ്. അദ്ദേഹത്തിന്റെ ടെഹ്റാനിലെ ഓഫീസ് സമുച്ചയത്തിന് നേരെയാണ് ഫെബ്രുവരി 28 വ്യോമാക്രമണം നടന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ അയത്തുള്ള ഖമേനിയുടെ ടെഹ്റാനിലെ ഓഫീസ് സമുച്ചയത്തിന് നേരെയാണ് ഫെബ്രുവരി 28 വ്യോമാക്രമണം നടന്നത്. ആ വ്യോമാക്രമണത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് കേട്ടോ. അറിഞ്ഞിരുന്നാൽ മതി. ആരാണ് മരിച്ചതെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നുകൂടെ പറയാം. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. മുഴുവൻ പേരും അങ്ങ് പഠിച്ചു വെക്കണേ. ഖമേനി എന്ന് മാത്രം പഠിച്ചിട്ട് പോയത് അയത്തുള്ള അലി ഖമേനിയാണ് കൊല്ലപ്പെട്ടത്. അടുത്ത പോയിന്റ്, ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ ഹോർമൂസ് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ഇറാൻ, ഒമാൻ, UAE ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക്. ഹോർമൂസ് കടലിടുക്ക് എന്ന് എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, പഠിച്ചു വെക്കണം. ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ ഹോർമൂസ് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാൻ, ഒമാൻ, UAE കേട്ടോ. ഇറാൻ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണേ? അത് അടുത്ത പോയിന്റ്, ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണേ. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആണ്. ഇനി USA-യും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം അഥവാ ഗർജിക്കുന്ന സിംഹം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ ലയൺസ് റോർ ഓർ റോറിംഗ് ലയൺ കേട്ടോ. അപ്പം നമുക്കറിയാം USA-യും ഇസ്രയേലും സംയുക്തമായിട്ടാണല്ലോ ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ എന്താണ്, US-ഉം ഇസ്രയേലും ഓൾറെഡി ഒരു സൈനിക പശ്ചാത്തലത്തിൽ ഉയർന്നിരിക്കുന്ന 2 രാജ്യങ്ങളാണ്. അപ്പൊ ഇവർ രണ്ടുപേരുടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? വലിയൊരു സിംഹത്തെ പോലെ ആവത്തില്ലേ? അങ്ങനെ കണക്ട് ചെയ്തോണം. US-ഉം ഇസ്രയേലും രണ്ടുപേരുടെ കോമ്പിനേഷന് ഒരാളെ യുദ്ധം ചെയ്യുകയാണെന്നാണ്. അവർ രണ്ടുപേരുടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? വലിയൊരു സിംഹം ഗർജനം പോലൊക്കെ അല്ലേ? അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണം. USA-യും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം അഥവാ ഓപ്പറേഷൻ ലയൺസ് റോർ ഓർ റോറിംഗ് ലയൺ ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോരുത്. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി കേട്ടോ. അതുപോലെ തന്നെ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും എതിരെയുള്ള ഇറാന്റെ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആണ് കേട്ടോ. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആണ്. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണം. അപ്പൊ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾ, നമുക്കറിയാം ഇറാനും ആക്രമിച്ചല്ലോ ഗൾഫ് രാജ്യങ്ങളിലേക്ക്. അപ്പൊ അത് കണക്ട് ചെയ്ത് ആ ഒരു ഓപ്പറേഷനാണ്. ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആണ്. അടുത്ത പോയിന്റ്, ഇറാന്റെ പുതിയ പരമോന്നത നേതാവാരാണ്? അയത്തുള്ള മുജ്തബ ഖമേനിയാണ് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഖമേനി എന്നുള്ള പേര് അവരുടെ എന്തൊരു വംശത്തിന്റെയൊക്കെ പേരാണ്.
അപ്പൊ അയത്തുള്ള എന്നുള്ള പേരും നടുക്ക് വരുന്ന പേരാണ് ചേഞ്ച് ആയത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആരാണ്? അയത്തുള്ള മുജ്തബ ഖമേനിയാണ്. അയത്തുള്ള മുജ്തബ ഖമേനിയാണ്. കൊല്ലപ്പെട്ട നേതാവ് ആരാണ്? അയത്തുള്ള അലി ഖമേനിയാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവാണ് അയത്തുള്ള മുജ്തബ ഖമേനി. അയത്തുള്ള മുജ്തബ ഖമേനിയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ട് തെരഞ്ഞെടുത്തത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്. ജപ്പാന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായതാരാണ്? സനൈ തക്കൈച്ചിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണം. ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ്? സനൈ തക്കൈച്ചിയാണ്. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാനാണ് കേട്ടോ. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാൻ. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായി അടുത്തിടെ നിയമിതനായത് ആരാണ്? റോബ് ജെറ്റൻ ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായി അടുത്തിടെ നിയമിതനായത് ആരാണ്? റോബ് ജെറ്റൻ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. അതുപോലെ തന്നെ ചാനൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്തും ഒന്ന് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പം നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നമുക്ക് വളരെ സപ്പോർട്ട് കുറവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത പോയിന്റ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്ത് ആദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇ-വിദ്യ പോർട്ടൽ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണം. ഇ-വിദ്യ പോർട്ടൽ. അപ്പൊ എന്താണ്? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്ത് ആദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? ഇ-വിദ്യ പോർട്ടലാണ്. അതോടൊപ്പം തന്നെ പഠിച്ചു വെക്കണം. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? നിലവിലത്തെ രത്തൻ യു കേൽക്കർ ആണ്. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ യു കേൽക്കർ ആണ്. അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. ജ്ഞാനേഷ് കുമാർ ആണ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ ആണ്. അടുത്ത പോയിന്റ്. സുപ്രീം കോടതിയിൽ ആദ്യമായി നേരിട്ടെത്തി വാദിച്ച മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജിയാണ് കേട്ടോ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയാണ് സുപ്രീം കോടതിയിൽ ആദ്യമായി നേരിട്ടെത്തി വാദിച്ച മുഖ്യമന്ത്രി കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഒരു മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ പോയി നേരിട്ട് വാദിക്കുന്നത്. അതെന്തിനാണ് വാദിച്ചതെന്നുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാം. സമഗ്ര വോട്ടർ പട്ടിക അഥവാ SIR പരിഷ്കരണത്തിന്റെ പേരിൽ ബംഗാളിലെ ജനങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിച്ച് മമത കേട്ടോ. അപ്പൊ SIR പരിഷ്കരണത്തിന്റെയൊക്കെ പേരിലുള്ള ഒരു കേസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് മമതാ ബാനർജി, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി സുപ്രീം കോടതിയിൽ പോയി വാദിച്ചത് കേട്ടോ. അറിഞ്ഞിരിക്കണേ. അടുത്ത പോയിന്റ്. ഇന്ത്യയിലുടനീളമുള്ള വോട്ടർ പട്ടിക പുതുക്കുന്നതിനും വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനുമായി CEC നടത്തുന്ന നടപടിക്രമമാണ്, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന നടപടിക്രമമാണ് SIR. SIR-ന്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഇന്ത്യയിലുടനീളം വോട്ടർ പട്ടിക പുതുക്കുന്നതിനും വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനുമായി സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന നടപടിക്രമമാണ് SIR. SIR-ന്റെ ഫുൾ ഫോം എന്താണ്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. 2025 ആരംഭിച്ച SIR-ന്റെ ഒന്നാം ഘട്ടം നടപ്പിലാക്കിയ സംസ്ഥാനം ബീഹാറാണ്. അതായത് ഇത്രയേ ഉള്ളൂ. 2025 ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പ് SIR പരിഷ്കരണങ്ങൾക്ക് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേട്ടോ. SIR പരിഷ്കരണങ്ങൾക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എവിടത്തെയാണ്? ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിലാണ് നടന്നത്. അടുത്ത പോയിന്റ്. മൗറീഷ്യസിന്റെ 58ാമത് ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവിക കപ്പൽ ഏതാണ്? INS ട്രൈക്കാണ്ട് ആണ് കേട്ടോ. INS ട്രൈക്കാണ്ട്. ഒന്നുകൂടെ പറയാം. മൗറീഷ്യസിന്റെ 58ാമത് ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവിക കപ്പൽ ഏതാണ്? INS ട്രൈക്കാണ്ട് ആണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ കൊച്ചിയിൽ അഭയം നൽകിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഏതാണ്? ഐറിസ് ലവാൻ എന്ന് പറഞ്ഞ യുദ്ധക്കപ്പലാണ് കേട്ടോ. പഠിച്ചു നോക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ കൊച്ചിയിൽ അഭയം നൽകിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഏതാണ്? ഐറിസ് ലവാൻ ആണ്. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ബാലേന്ദ്ര ഷായാണ് കേട്ടോ. ബാലേന്ദ്ര ഷായാണ് കേട്ടോ. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള നേപ്പാളില് എന്താണ്
ജൻസി കലാപത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൻസി കലാപത്തെ തുടർന്ന് എന്താണ് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള KP ശർമ്മ ഒലി രാജിവെക്കുകയുണ്ടായി. അതിനുശേഷം ഇടക്കാല പ്രധാനമന്ത്രിയായിട്ടും അതോടെ തന്നെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് സുശീല കാർക്കെ എന്ന അവരുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധികാരമേറ്റു ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട്. അത് നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയായിരുന്നു സുശീല കാർക്കെ. ഇടക്കാല പ്രധാനമന്ത്രിയാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ബാലേന്ദ്ര ഷായെ തെരഞ്ഞെടുത്തു കേട്ടോ. അതോടൊപ്പം തന്നെ നേപ്പാളിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയുമാണ് ബാലേന്ദ്ര ഷാ കേട്ടോ. ബാലേന്ദ്ര ഷാ ക്ലിയർ ആണ്. അപ്പൊ നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം ഏതാണ്? പാവക്കഥക്കളിയാണ് കേട്ടോ. പാവക്കഥക്കളിയാണ്. പഠിച്ചു വെക്കണേ. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം ഏതാണ്? പാവക്കഥക്കളിയാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ടെലഗ്രാമിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് 1 hour ലൈവ് സെക്ഷൻ ഉള്ള ഒരു ക്ലാസ് ആണ്. ആ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ലൈവ് റെക്കോർഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സ്, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ്, അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലുള്ള അത് ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ എടുത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ കറണ്ട് അഫയേഴ്സ് പോയിന്റും ക്ലാസ്സസും എടുത്തെടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നോട്ട്സും അതുപോലെ പ്രിഫർ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമാണ് ഇതിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക. അതായത് ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് വരുന്നത്. ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ്, സിവിൽ എക്സൈസ് ഓഫീസർ, പിന്നെ 10th ലെവൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ആ പരീക്ഷകൾക്കൊക്കെ 10ഉം 20ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന 6 മാസത്തിനുള്ളിലായിരിക്കും എല്ലാ പരീക്ഷകളും വരുന്നത്. അപ്പൊ 6 മാസത്തെ ഒരു വാലിഡിറ്റിയാണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. 6 മാസത്തിനുള്ളിലുള്ള ഒരു വാലിഡിറ്റിയാണ് വരുന്നത്. അപ്പോൾ വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം പക്കയാക്കി തരുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കുക. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് പുരസ്കാരം. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ബൂങ് എന്ന് പറഞ്ഞ ചിത്രമാണ്. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് പുരസ്കാരം അഥവാ ബാഫ്ത എന്ന് പറയും കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ബാഫ്ത പുരസ്കാരം ഒന്നും പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് പുരസ്കാരം അഥവാ ബാഫ്ത പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ബൂങ് എന്ന് പറഞ്ഞ ചിത്രമാണ്. ഈ ബൂങ് എന്ന് പറഞ്ഞ ചിത്രം ഒരു മണിപ്പൂരി ചിത്രമാണ് കേട്ടോ. ബൂങ് ഒരു മണിപ്പൂരി ചിത്രമാണ്. ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മിപ്രിയ ദേവിയാണ് കേട്ടോ. ലക്ഷ്മിപ്രിയ ദേവിയാണ് കേട്ടോ. പഠിച്ചു നോക്കണം. ബൂങ് ഒരു മണിപ്പൂരി ചിത്രമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മിപ്രിയ ദേവിയാണ്. ഈ ബാഫ്ത ഫിലിം അവാർഡ്സിൽ അഥവാ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിലാണ് ഈ ഒരു ചിത്രത്തിന് പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ്, ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതാണ്? പഞ്ചം എന്ന് പറഞ്ഞ ചാറ്റ് ബോട്ടാണ് കേട്ടോ. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതാണ്? പഞ്ചം എന്ന് പറഞ്ഞ ചാറ്റ് ബോട്ടാണ്. അതിന്റെ ഫുൾ ഫോം പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട് എന്നാണ്. അടുത്ത പോയിന്റ്, 2026 ജനുവരി 28-നുണ്ടായ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? അജിത് പവാർ ആണ് കേട്ടോ. അജിത് പവാർ. 18 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച കൂട്ടായ്മ ഏതാണ്? യൂറോപ്യൻ യൂണിയൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. 18 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച കൂട്ടായ്മ ഏതാണ്? യൂറോപ്യൻ യൂണിയൻ ആണ്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ പുതിയ കായിക ഇനം ക്രിക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ പുതിയ കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ് ആണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം.
പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 നവംബറിൽ ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നുമാണ് 8 ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? ബോട്സ്വാന എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 നവംബറിൽ ഏത് രാജ്യത്തു നിന്നുമാണ് 8 ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? ബോട്സ്വാന എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നാണ്. രാജ്യത്ത് ആദ്യമായി നദിക്ക് അടിയിലൂടെ തുരങ്കപാത നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയിലാണ്. 2026 ഫിഫ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? മേപ്പിൾ ദ മ്യൂസ്, സായുധ ജാഗ്വാർ, ക്ലച്ച് ദ ബാൾഡ് ഈഗിൾ. അതായത് മേപ്പിൾ ദ നമുക്കറിയാം 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് കാനഡ, മെക്സിക്കോ, USA ആണ്. അപ്പൊ മേപ്പിൾ ദ മ്യൂസ് എന്ന് പറഞ്ഞ ഭാഗ്യചിഹ്നം കാനഡയെ പ്രതിനിധീകരിക്കുന്നതും സായുധ ജാഗ്വാർ എന്ന ഭാഗ്യചിഹ്നം മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നതും ക്ലച്ച് ദ ബാൾഡ് ഈഗിൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പ്രതിനിധീകരിക്കുന്നതുമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാം. ട്രയോണ്ട എന്നാണ് കേട്ടോ. അടുത്ത പോയിന്റ്. രാജ്യത്തെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത് ആരാണ്? ദീപിക പദുക്കോണാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത് ആരാണ്? ദീപിക പദുക്കോണാണ്. അടുത്ത പോയിന്റ്. ചെനാബ് നദിയിൽ നിലവിൽ വരാൻ പോകുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? സാവൽകോട്ട് പദ്ധതിയാണ്. ചെനാബ് നദി PSCക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നദിയാണ്. ചെനാബ് പാലത്തെ കുറിച്ചൊക്കെ ഒരുപാട് തവണ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു നോക്കണം. ചെനാബ് നദിയിൽ നിലവിൽ വരാൻ പോകുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? സാവൽകോട്ട് പദ്ധതിയാണ്. അടുത്ത പോയിന്റ്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മായ എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വളരെ ഇമ്പോർട്ടന്റ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. പഠിച്ചു വെക്കണേ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? മായ. മായ എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്ത പോയിന്റ്. ഗൂഗിളിന് വെല്ലുവിളിയായി ഓപ്പൺ AI പുറത്തിറക്കിയ പുതിയ സെർച്ച് ബ്രൗസർ ഏതാണ്? അറ്റ്ലസ് ആണ് കേട്ടോ. അറ്റ്ലസ്. ഗൂഗിളിന് വെല്ലുവിളിയായി ഓപ്പൺ AI പുറത്തിറക്കിയ ഏറ്റവും പുതിയ സെർച്ച് ബ്രൗസർ ഏതാണ്? അറ്റ്ലസ് ആണ്. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി AI സഹമന്ത്രി അൽബേനിയയിലെ AI സഹമന്ത്രി ഏതാണ്? ഡീലയാണ് കേട്ടോ. അപ്പൊ ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി വകുപ്പ് AI സഹമന്ത്രിയായിട്ട് അൽബേനിയ നിയമിതയായതാണ് ഡില്ല എന്ന് പറഞ്ഞ AI ആണ് കേട്ടോ. ഡില്ല. ചരിത്രത്തിൽ ആദ്യമായി ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖുമാണ് കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായി ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? കൊനേരു ഹംപി, ദിവ്യ ദേശ്മുഖാണ്. 2025 വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യനായതാരാണ്? ദിവ്യ ദേശ്മുഖാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി സ്ഥാനമേറ്റതാരാണ്? ലിയോ 14 കേട്ടോ. ലിയോ 14 US നിന്നുള്ള, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ലിയോ 14. പഠിച്ചു വെക്കണേ. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി സ്ഥാനമേറ്റതാരാണ്? ലിയോ 14. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാരാണ്? ലയണൽ മെസ്സിയാണ് കേട്ടോ. ലയണൽ മെസ്സിയാണ്. 2025 ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദ ഇയർ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? പൂർണിമ ദേവി ബർമൻ ആണ് കേട്ടോ. ഇപ്പൊ 2025 ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദ ഇയർ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? പൂർണിമ ദേവി ബർമൻ ആണ്. ആരാണ് പൂർണിമ ദേവി ബർമൻ? അന്ന് അറിഞ്ഞിരിക്കണം. അസമിൽ നിന്നുള്ള പ്രശസ്ത വന്യജീവി സംരക്ഷണ പ്രവർത്തകയാണ് പൂർണിമ ദേവി ബർമൻ. ഹർഗില ആർമി എന്ന സ്ത്രീകളുടെ കൂട്ടായ്മയിലൂടെ വലിയ കൊക്കുകളുടെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിനു മുൻപ് അവർക്ക് ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മളൊരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ആ ഒരു എഫേർട്ട് നിങ്ങളൊന്ന്, ഇത് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ എഫേർട്ടിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
അതുപോലെ തന്നെ ഒരു കമന്റ് എല്ലാവരും ഒന്ന് ഇടാൻ ശ്രമിക്കണേ. ഒരു കമന്റ് ഒന്ന് എല്ലാവരും ഇടാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനൂടെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു സപ്പോർട്ടായിരിക്കും തരുന്നത്. ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെയാണ്. ഇതിനു മുമ്പേ നമ്മൾ നമ്മുടെ ചാനലിൽ ബാക്കി ക്ലാസ്സുകളെല്ലാം ഇട്ടിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, PYQ റിവിഷൻ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാ ടോപ്പിക്സിന്റെ ഡിഗ്രി പ്രിലിംസിന്റെ അതൊക്കെ എല്ലാ കൂട്ടുകാരും ഒന്ന് യൂസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.